തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് സമാപിക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര മുംബൈയിലെ ചൈത്യഭൂമിയിലാണ് അവസാനിക്കുക. പല പ്രധാന നേതാക്കളും പാർട്ടി വിട്ടെങ്കിലും പദയാത്രയിൽ രാഹുലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിലെ വൻ ജനാവലിയിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് രാജ്യം ഉറ്റുനോക്കുകയുമാണ്. മുംബൈയിലെ താനെയിൽ നിന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീനാഥ്, ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് സമാപിക്കുന്നു. ഇന്ന് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ. അതിനെതിരെ കോൺഗ്രസ് നേരത്തെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ന്യായ് യാത്രയുടെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളാണ്, നീക്കങ്ങളാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നിപ്പോൾ യാത്ര അവസാനിക്കുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസം ആ പാർട്ടിക്കുണ്ട്? എന്താണ് താനെയിലെയും ഒപ്പം മുംബൈയിലെ പൊതുവികാരം? തന്നെ ഥാനയിലെ പര്യടനം പൂർത്തിയാക്കി ന്യായ് യാത്ര മുംബൈയിലേക്ക് കടക്കും. അതിനു മുമ്പ് 12:30 ഒരു വാർത്താ സമ്മേളനം കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക വിഷയം ഇതിൽ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള പ്രതികരണങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ വലിയ ആവേശം ഥാനയിൽ എങ്ങും തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദാനിക്ക് നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇരുവരെയും ഒരു ഘട്ടത്തിൽ മോദാനി എന്ന് ഒരുമിച്ച് വിളിക്കാം എന്ന് വരെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ലോകത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ്, പണപ്പിരിവാണ് നടന്നിട്ടുള്ളത്. അത് BJP ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത് എന്ന ആരോപണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസത്തിലേതുപോലെ ഇന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വൈകിട്ട് 4 മണിയോടെയാണ് ചൈത്യഭൂമിയിൽ അംബേദ്കറുടെ സ്മൃതി മണ്ഡപത്തിൽ ഈ യാത്ര അവസാനിക്കുന്നത്. നാളെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു വമ്പൻ റാലി മുംബൈയിലെ ശിവാജി പാർക്കിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതേസമയം ഈ മഹാരാഷ്ട്രയ്ക്കകത്ത് ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് മഹാവികാസ് അഘാഡിയിൽ സീറ്റ് ചർച്ച ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇന്ന് രാവിലെയും NCPയുടെ മുതിർന്ന നേതാവായുള്ള ശരത് പവാറിന്റെ വീട്ടിലെത്തി സി വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, ഒപ്പം സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ ബാലാസാഹേബ് തോറാട്ട് അടക്കമുള്ളവർ എത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും സീറ്റ് ചർച്ചകൾ മുന്നണിക്കകത്ത് പൂർത്തിയായിട്ടില്ല. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്നും.